രഞ്ജിത്ത്, വയനാട്ടിൽ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ഷോയെങ്കിൽ ഇന്ന് കെ സുരേന്ദ്രന്റെയും സ്മൃതി ഇറാനിയുടെയും റോഡ് ഷോ നടക്കുകയാണ്. അപ്പോൾ വയനാട്, വടകര, അങ്ങനെ മലബാറിലെ ഏത് മണ്ഡലം എടുത്തു നോക്കിയാലും പോരാട്ടം കടുക്കുന്നുവെന്ന് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പ്രചാരണം എത്തുകയാണോ? എങ്ങനെയൊക്കെയുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം മലബാറിൽ? സുജയ, ദേശീയ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള വയനാട് ഉൾപ്പെടെ സംസ്ഥാനത്ത് ഏറ്റവും നല്ല പോരാട്ടം നടക്കുന്ന, രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വടകര ഉൾപ്പെടെയുള്ള മലബാറിലെ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഒന്നിനൊന്ന് പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലമാണ്. UDFന്റെ കുത്തക എന്നറിയപ്പെടുന്ന മലപ്പുറത്തെ 2 മണ്ഡലങ്ങൾ, മലപ്പുറത്തും പൊന്നാനിയിലും പോലും അത് പിടിച്ചെടുക്കണമെന്ന വാശിയോടുകൂടി CPM ഇറങ്ങുമ്പോൾ അവിടെ CPMന് പയറ്റാവുന്ന ഏറ്റവും നല്ല സാമുദായിക രാഷ്ട്രീയം, നല്ലതെന്ന് പറയുന്നത് ഏറ്റവും തീവ്രമായ തോതിൽ സാമുദായിക രാഷ്ട്രീയം പോലും പയറ്റി ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമം LDF നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് 2019 CPMന് നഷ്ടപ്പെട്ട ആലത്തൂരും പാലക്കാടും കാസർഗോഡും ഒക്കെ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, CPMന് വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയ കോട്ടകൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളാണ് മലബാറിലുള്ളത്. ഈ കോട്ടകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ പറ്റുന്ന തരത്തിൽ ശ്രമിക്കുന്ന ഒരു മത്സരം നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ പറ്റും. പ്രത്യേകിച്ച് വടകരയിലേക്ക് വന്നാൽ 2009 നഷ്ടപ്പെട്ട വടകര ഇപ്പോഴും ചുവന്ന മണ്ണായി അവർ കൊണ്ടു നടക്കുന്ന ആ വടകര തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരുടെ പാർട്ടിയിൽ ഏറ്റവും കരുത്തയായിട്ടുള്ള ശൈലജ ടീച്ചറെ തന്നെ രംഗത്തിറക്കുന്നു. എന്നാൽ ശൈലജ ടീച്ചർ ഇറങ്ങുമ്പോൾ അതിന് തുല്യമായി ചെക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിലിനെ UDFും കളത്തിലിറക്കുന്നു. അതോടെ ആലത്തൂർ മണ്ഡലം അപ്രതീക്ഷിതമായി LDFന് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെ പോലെ താരതമ്യേന ജൂനിയറായ ഒരു നേതാവ് മത്സരിച്ച് ജയിക്കുമ്പോൾ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. അവിടേക്ക് ഒരു മന്ത്രിയെ തന്നെ കളത്തിലിറക്കുന്നു. വടകരയിൽ MLA ആണെങ്കിൽ ആലത്തൂരിൽ മന്ത്രി, അതുപോലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള വിജയരാഘവനെ പാലക്കാട്ട് കളത്തിലിറക്കുന്നു. കാസർകോട്ടിന് ചിരപരിചിതനായ ബാലേന്ദ്ര മാഷ് കാസർകോട്ട് ഇറക്കുന്നു. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറിയെ തന്നെ മത്സരത്തിലിറക്കുന്നു. വയനാട്ടിൽ ഒരു മത്സരത്തിനാണെങ്കിൽ പോലും MV ബാലകൃഷ്ണൻ അവിടെ മത്സരത്തിനിറക്കുന്നു. അതുപോലെ വയനാട്ടിൽ ഒരു മത്സരത്തിനാണെങ്കിൽ പോലും ആനി രാജയെ പോലെ ഒരു ദേശീയ നേതാവിനെ കളത്തിലിറക്കുന്നു. ഇത്തരത്തിൽ മത്സരിക്കാൻ ഉറച്ച്, തിരിച്ചു പിടിക്കാൻ ഉറച്ച് LDFും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അട്ടിമറി വിജയം ഉറപ്പിച്ചുകൊണ്ട് UDF മത്സരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും NDA മുന്നണിയും ഇവിടെ കളത്തിൽ സജീവമാണ്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രന്റെ സാന്നിധ്യമാണ് മലബാറിൽ എടുത്തു പറയേണ്ടത്. രാഹുൽ ഗാന്ധിയെ നേരിടാൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണം എന്നുള്ളൊരു തീരുമാനം BJP എടുക്കുന്നു. കോഴിക്കോട് പോലൊരു മണ്ഡലത്തിൽ MT രമേശിനെ കളത്തിലിറക്കുന്നു. കാസർഗോഡ് ML അശ്വിനിയെ പോലൊരു വനിതയെ കളത്തിലിറക്കി മഞ്ചേശ്വരത്തെ സ്വാധീനം പരമാവധി കാസർഗോഡ് മണ്ഡലത്തിൽ മൊത്തത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ എല്ലാ തരത്തിലും 3 മുന്നണികളും ആവേശത്തോടു കൂടി മത്സരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് വടക്കൻ കേരളത്തിലുള്ളത്. UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോഴും അതിനെല്ലാം മറുപടി നൽകാൻ LDF എല്ലാവിധത്തിലും ശ്രമിക്കുന്ന, തിരിച്ചുപിടിക്കും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു.